രണ്ട് കണ്ണിനും കാഴ്ചശക്തിയില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് നീ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ച ബന്ധുക്കളുടെയും ഡോക്ടേഴ്സിന്റെയും ഇടയിൽ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച ഒരമ്മയുടെയും പരിമിതികളെ മാറ്റി നിർത്തി വിജയം കഴിച്ച ശ്രീകാന്ത് ബൊല്ലയുടെയും കഥയാണിത്. കുട്ടിക്കാലം മുതലേ സ്വിമ്മിങ്ങും ചെസ്സും ക്രിക്കറ്റും എല്ലാം പഠിച്ച ശ്രീകാന്ത് എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ ആന്ധ്ര ഗവൺമെന്റ് സയൻസും മാത്സും എടുത്ത് പഠിക്കാൻ അനുവദിച്ചില്ല. സർക്കാരിനെതിരെ ശ്രീകാന്ത് കേസ് കൊടുത്തു. അന്തർക്ക് കണക്കും സയൻസും പഠിക്കാമെന്ന വിധി വരികയും ചെയ്തു. 98% മാർക്കോട് കൂടിയാണ് ശ്രീകാന്ത് എക്സാം എല്ലാം പാസ്സായത്. IIT-യിൽ ചേരാൻ തടസ്സം നേരിട്ടപ്പോൾ അമേരിക്കയിൽ പോയി പഠിച്ച് ഉന്നത വിജയം നേടി. കൈവന്ന ജോബ് ഓഫറുകൾ എല്ലാം നിരസിച്ച് നാട്ടിൽ വന്ന് ഭിന്നശേഷിക്കാർക്ക് ജോലി നൽകാൻ ബർലൻഡ് ഇൻഡസ്ട്രീസ് തുടങ്ങി. രത്തൻ ടാറ്റ മൂലധന നിക്ഷേപം നടത്തിയതോടെയാണ് ശ്രദ്ധയേറിയത്. പിന്നീട് ബോളിവുഡിൽ രാജ്കുമാർ റാവു നായകനായ ശ്രീകാന്ത് ബൊല്ലയുടെ ജീവിതം ശ്രീകാന്ത് എന്ന പേരിൽ സിനിമയായി. ഇന്ന് ശ്രീകാന്ത് ബൊല്ല രാജ്യം അറിയുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് കൂടിയാണ്. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചെറിയ മുറിവുകൾ സംഭവിക്കുന്നത് വലിയ വലിയ സന്തോഷങ്ങളിൽ ചെന്ന് എത്തി നിൽക്കാനായിരിക്കാം. നെവർ ഗീവ് അപ്പ്. ഹോപ്പ് ഇൻ യുവർ ലൈഫ്.